ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഓക്കെ, നമ്മൾ ഈ ന്യൂ ഇയർ മെസ്സേജിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് പോവുകയാണ്. എനിക്കുറപ്പാണ് അടുത്ത 1 മണിക്കൂർ അസാധാരണമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മണിക്കൂറുകളാണ്. ശക്തിയോടെ കരമടിച്ചോന്നിടുന്ന യേശുവിന്റെ മഹത്വം കൊണ്ട് ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുകയായിരുന്നു, കർത്താവേ, 2015 ഞങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് 2015 ഞങ്ങൾക്കുള്ള മെസ്സേജ്? അല്പം സങ്കോചത്തോടു കൂടെ ഞാൻ ആ ദൈവശബ്ദം കേൾക്കുവാനിടയായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ പദമേ ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ പദം ഞാൻ പറയുകയാണ്: ആഘോഷം. സെലിബ്രേഷൻ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 2015 ആഘോഷത്തിന്റെ വർഷമാണ്. ഞാൻ പിന്നെയും ആ മെസ്സേജിന്റെ വ്യാപ്തിക്കായിട്ട് ദൈവമുമ്പാകെ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ 2 ആശയങ്ങളും കൂടെ ഇതിന്റെ മുഖവര ഭാഗത്ത് തന്നെ ഞാൻ പറയട്ടെ. ഞാൻ ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, അതിന്റെ ആഘോഷമേ ഇനി നടക്കേണ്ടതുള്ളൂ. അവിടെ നിന്നോട് യേശു എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം നടന്ന് കഴിയുമ്പോഴാ ആഘോഷം നടക്കാറ്. നടക്കുന്നതിന് മുമ്പ് ആഘോഷമില്ല, നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആഘോഷമില്ല. ഒരു കാര്യം നടന്ന് കഴിയുമ്പോഴാ ആഘോഷം നടക്കുന്നത്. ഹല്ലേലൂയ. ഇത് തന്നെയാ 2015 സംഭവിക്കാൻ പോകുന്നത്. ഞാൻ 2015 വർഷം മുമ്പ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞോ അത് എൻ്റെ മക്കളുടെ വീട്ടിൽ ആഘോഷമായി മാറാൻ പോകുന്നു. എൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ അത് ആഘോഷമായി മാറാൻ പോകുന്നു. സോ ഈ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കും. പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ദയവായി കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് എൻ്റെ കൂടെ വന്നാട്ടെ. 2-ാമത്തെ അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. കൊളോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് ക്രൂശിൽ നടന്ന കാര്യമാണ്. ഇത് വിശദീകരിക്കാൻ പോകുകയാണ്. ദയവായി ശ്രദ്ധിക്കുക. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് യേശു ക്രൂശിൽ വെച്ച് മായ്ച്ചു. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഏതായിരുന്നോ നിങ്ങളെ ആരോപിച്ച് പഴിച്ച് ഒതുക്കിയിട്ടിരുന്നത് അത് ഇന്നവിടെ ഇല്ല, അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആക്ഷേപങ്ങൾക്ക് നിങ്ങളെ അതിജീവിക്കാൻ കഴിയുകയില്ല. കാരണം ആക്ഷേപങ്ങളെ നോക്കി അഭിഷിക്തം പറയുക, മായ്ച്ചു കളഞ്ഞതിന് എൻ്റെ മുമ്പിൽ നിൽക്കാൻ അധികാരമില്ല. എത്ര പേരത് പറയാൻ താല്പര്യപ്പെടുന്നു? മായ്ച്ചു കളഞ്ഞതിന് എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ അധികാരമില്ല. ഇവിടെ വായിക്കുന്ന പദം കേട്ടാട്ടെ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു. അതുകൊണ്ട് തന്നെ ഇനി ആരെയും ശപിച്ചിട്ട് കാര്യമില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വല്ലവരും നിങ്ങളെ നോക്കി നീ മുടിഞ്ഞു പോകൂടാ എന്ന് പറഞ്ഞെങ്കിൽ അവരെ കൊളോസ് ലേഖനം പഠിപ്പിച്ചിട്ട് പറ, ആ എഴുത്ത് എന്നേ മായ്ച്ചതാ, ഇനി മുടിഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. നീ നാശമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ നോക്കി യേശു വ്യക്തമായിട്ട് പറയുന്നു, ഇല്ല, നാശം എന്നുള്ളിടത്ത് വേറൊരു എഴുത്താണ് ഇപ്പം കിടക്കുന്നത്, അനുഗ്രഹമാണ്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് യേശു ക്രൂശിൽ മായ്ച്ചു. അടുത്തത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഓക്കെ. ഓർഡിനൻസ് വിച്ച് ഈസ് എഗൈൻസ്റ്റ് ടു us, നമുക്ക് വിരോധമായിരുന്ന പ്രതികൂലമായിരുന്ന ഓർഡിനൻസിനെ യേശു ക്രൂശിൽ തറച്ച് മാറ്റിക്കളഞ്ഞു. നിയമമായിരുന്നു എന്നിലും നിന്നിലും ശിക്ഷ വരുവാൻ കാരണമായിരുന്നത്. ആ നിയമത്തെ തന്നെ രക്തം കൊണ്ട് യേശു മാറ്റി
പുതിയ നിയമത്തിന്റെ രക്തം യേശു ചിന്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ അറ്റ് പ്രസന്റ് നിങ്ങളുടെ നേരെ ഒരു ആക്ഷേപം അഴിച്ചിട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതിനെ നോക്കി ചിരിച്ചോണ്ട് പറയും, വേറെ ആളെ നോക്ക്, എനിക്കറിയാം ഇത് എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല, ഇത് കർത്താവ് രക്തം കൊണ്ട് മായ്ച്ചതാ. ഹല്ലേലൂയ. സോ 2015 നിങ്ങൾക്ക് വിരോധമായി ഉയരുവാൻ സാധ്യതയുള്ള സകലത്തെ നോക്കി ഇപ്പോഴേ പറഞ്ഞേരെ, ഒരു വിളച്ചിലും കൊണ്ട് ഈ വഴിക്ക് വരണ്ട, എനിക്കുറപ്പാ എൻ്റെ കർത്താവ് ക്രൂശിൽ രക്തം ചീന്തി ഇതിനെ മായ്ച്ച് കളഞ്ഞതാ. അടുത്തിരിക്കുന്ന ആളോട് പറ, ആക്ഷേപം വെറുതെയാ, ശാപം വെറുതെയാ, ആര് ശപിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളും ഞാനും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഓക്കെ, ഇനിയാണ് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇവിടെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന തീം വാക്യം തന്നെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയോത്സവം കൊണ്ടാടി. ഉറക്കെ പറയുക, ക്രൂശിൽ അവരുടെ മേൽ. ക്രൂശിൽ അവരുടെ മേൽ. ആ പദം നിങ്ങൾ പറഞ്ഞേ പറ്റൂ, എന്നോട് ചേർന്ന് പറഞ്ഞേട്ടെ. ക്രൂശിൽ അവരുടെ മേൽ. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം ആ പദം ഒന്ന് ചേർന്ന് പറഞ്ഞേ. ക്രൂശിൽ അവരുടെ മേൽ. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ക്രൂശിലോട്ടൊന്ന് നോക്കിക്കേ. ഇത് കാണാനുണ്ടോ? തകർന്ന് തളർന്ന് തല ചായച്ച് നിൽക്കുന്ന യേശു. കയ്യിലാണി, കാലയിലാണി, വിലാപ്പുറം കുത്തി തുളച്ചു വെച്ചിരിക്കുന്നു, തലയിൽ മുൾക്കിരീടം, താടിരോമങ്ങൾ പിച്ച് പറിച്ചിരിക്കുന്നു, തുപ്പലേറ്റ മുഖം. ഇങ്ങനെ വിരൂപനായ ഒരു യേശുവിനെ അല്ലേ ക്രൂശി കണ്ടത്? പറയൂ, അല്ലേ? പക്ഷെ വചനം പറയുന്നു അല്ല. തകർന്ന് തളർന്ന് തല ചായ്ച്ച് മരണത്തെ നോക്കി, മരണമെങ്കിലും എന്നെ രക്ഷിച്ചായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ക്രൂശിൽ യേശു കിടന്നു എന്നാ എല്ലാവരും വിചാരിക്കുന്നേ. പക്ഷെ വചനം പറയുന്ന അങ്ങനല്ല. ക്രൂശിൽ തളർച്ചയല്ല, ക്രൂശിൽ ജയത്തിന്റെ ഉത്സവമായിരുന്നു നടന്നത്. ഇല്ലല്ല, അത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കാതെ. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കാം. ക്രൂശിൽ നടന്നത് പരാജയമല്ല. നിങ്ങൾ കാണേണ്ടിയത് ആ ആണിയല്ല, നിങ്ങൾ കാണേണ്ടിയത് ആ മുൾക്കിരീടമല്ല, നിങ്ങൾ കാണേണ്ടിയത് ക്രൂശിൽ യേശു കൊണ്ടാടിയ ജയത്തിന്റെ ഉത്സവമാണ്. ഒരു രണ്ട് ആശയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളത് എടുത്തിട്ട് താഴേക്ക് പോവുകയാണ്. 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിലല്ല ഇത് സംഭവിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്രൂശിൽ നടന്ന ജയത്തിന്റെ ഉത്സവമാണെന്ന വചനം പറയുന്നത്. അപ്പൊ അതിനു മുമ്പാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത്. ഒന്നുകൂടെ പദം തൊട്ടോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ, ആണോ, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അപ്പൊ ക്രൂശിൽ നടന്നത് ജയത്തിന്റെ ഉത്സവമാ, ആഘോഷമാ. ജയം നടന്നത് എപ്പോഴാ? അപ്പം പറഞ്ഞോ. അതാ ഉള്ളിൽ വീഴണ്ടേ. ക്രൂശിൽ നടന്ന് ജയത്തിന്റെ ഉത്സവമാണെന്ന് വചനം പറയുന്നു. ഒന്നുകൂടെ, തെറ്റിദ്ധാരണ വേണ്ട, ഒന്നുകൂടെ അത് വേണം വായിച്ചോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അതിന്റെ മേളിൽ ജയോത്സവം കൊണ്ടാടിയതാ ക്രൂശിൽ നടന്നത്. പക്ഷെ ജയം എടുത്തത്, പുറകോട്ട് പോകാം, ആ ആശയത്തെ ഒന്ന് തുറക്കാം, നമുക്കപ്പോഴേ അത് മനസ്സിലാക്കുകയുള്ളൂ. എന്തായിരുന്നു യേശു ഭൂമിയിൽ വരുമ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥ? അതൊന്ന് മനസ്സിലാകണമെങ്കിൽ യേശു പറഞ്ഞ ഒരു പദം നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറാകണം. ഒരു ആശയത്തിലോട്ടും കൂടെ വേഗത്തിൽ ഒന്ന് വന്നാട്ടെ. സുവിശേഷ പുസ്തകങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവനിലും ബലവാനായവൻ 21 മുതൽ വായിച്ചു പോണേ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ, ബലവാൻ, ശ്രദ്ധിച്ചു കേൾക്കാം, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക, അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കും. എന്താ ഇവിടെ യേശു പറയുന്നേ? ബലവാൻ ആരാ? ഇവിടുത്തെ
ബലവാൻ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. പിശാചാകുന്ന ബലവാൻ എന്ത് ചെയ്തിരിക്കുന്നു? ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ, തന്റെ അരമന എന്നവിടെ വിശേഷിപ്പിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്താ? അവന്റെ ടെറിട്ടറി, അവന്റെ അതിർത്തി. അവൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ, തനിക്കുള്ളതിനെ കാക്കുമ്പോൾ, അവനുള്ളത് ലോകമായിരുന്നു. ലോകത്തെ ആയുധം ധരിച്ച പിശാച് ആയുധം കൊണ്ട് അടിയറവ് പറയിപ്പിച്ച് വാഴുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. ആ സമയത്ത് അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കും. ആർക്കും ഇവിടെ കയറി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുകയാണ്. എന്നാൽ താഴേക്ക് അവനിലും ബലവാനായവൻ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ, അതാ ശ്രദ്ധിക്കണ്ടേ. ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ, അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം. അപ്പൊ അവനിലും ബലവാനായവൻ വന്ന്, ഒന്ന് പറഞ്ഞേ, അവനിലും ബലവാനേക്കാൾ ബലവാനായവൻ വന്ന്. ആദ്യത്തെ ബലവാൻ സാത്താനാണെങ്കിൽ രണ്ടാമത് അവനിലും ബലവാൻ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വേറെ ആരെയും അല്ല, നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പൊ ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുകയായിരുന്നു യേശു വന്ന സമയത്ത്. പക്ഷെ യേശു പറയാണ്, അവനിലും ബലവാൻ ഇപ്പൊ വന്നിരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം. ഇവിടെ കിടക്കുക. അത് അവിടുത്തെ കൊളോസ്യ ലേഖനത്തിലെ ആശയം നിങ്ങൾ ഇവിടുന്ന് പൊക്കണം, എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അവനിലും ബലവാൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ, ഇതാണ് ഇന്നത്തെ ചിത്രം. യേശു ഭൂമിയിൽ വന്നപ്പോൾ ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുകയായിരുന്നു. പിശാച് സർവായുധ വർഗത്തോടെ ഈ ലോകത്തെ ഭരിക്കുകയായിരുന്നു. എന്നാൽ സാത്താൻ എന്ന ബലവാനെ തകർക്കുവാൻ അവനിലും ബലവാൻ വന്നു. ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടും മുമ്പേ ഭൂമിയിൽ അവനെ തകർത്തു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഈ ആശയത്തെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യേശു അന്ന് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിയണം. യേശു വന്നത് എന്തിനാന്ന് യോഹന്നാന്റെ ലേഖനം പറയുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വേറെ ഒരു ഉദ്ദേശമില്ല, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ. അപ്പൊ ആയുധം ധരിച്ച് അരമന കാക്കുന്ന പിശാചിന്റെ ആ ആധിപത്യത്തെ പൊട്ടിക്കാൻ വേണ്ടിയാ യേശു ഭൂമി വന്നേ. 3.5 കൊല്ലം അതാ ചെയ്തേ. ഹലോ 3.5 കൊല്ലം അതാ ചെയ്തേ. ഇതിന് താഴത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. ഇവിടുത്തെ വിഷയം നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം. കർത്താവേ, നിന്റെ നാമത്തിൽ ഒരുത്തൻ ഭൂതത്തെ പുറത്താക്കുന്ന കണ്ടു, നിങ്ങൾ നമ്മളോട് കൂടെ അവനെ അനുഗമിച്ചില്ല, ഞങ്ങൾ അവനെ വിലക്കി എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഒന്നാമത്തെ സാഹചര്യം അത്. രണ്ടാമത്, പരീശന്മാർ അസാധാരണ ഉപദ്രവം കർത്താവിന് നേരെ അഴിച്ചുവിടുന്നു. മൂന്നാമത്തെ സാഹചര്യം, കൂടെ ഉള്ളവരുടെ ഇടയിൽ പെറുപെറുപ്പ്. ഈ 3 സാഹചര്യത്തെ മുൻനിർത്തിയ യേശു പറയുന്നത്, ഇതെല്ലാം ആ ബലവാന്റെ കളിയാ, ഇവനെ പിടിച്ച് കെട്ടിയിട്ട് ഞാൻ പോത്തുള്ളൂ. യേശു വന്നു, ബലവാനെ പിടിച്ച് കെട്ടി ആയുധവർഗം വെപ്പിച്ചു. അതിൻ്റെ ആഘോഷം ക്രൂശിൽ ആഘോഷിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ക്രൂശിലെ ആഘോഷം നിന്റെ വീട്ടിൽ തുടരുകയാണ്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. അതിന്റെ വർഷമാ 2015. എത്ര പേരത് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ഈ ആഘോഷം എൻ്റെ വീട്ടിൽ നടക്കുന്ന വർഷമാ 2015. എൻ്റെ ജോലി സ്ഥലത്ത് ഈ ആഘോഷം നടക്കുന്ന വർഷമാ 2015. എൻ്റെ കുടുംബജീവിതത്തിൽ ഈ ആഘോഷം നടക്കുന്ന വർഷമാ 2015. കൊള്ളയടിക്കുന്ന വർഷമാ 2015. കാരണം ഞാൻ വ്യക്തമാക്കാം. എനിക്കും ആവേശം തള്ളുന്നുണ്ട്, നിങ്ങളുടെ ആവേശം എനിക്കറിയാം, എനിക്കും ആവേശം തള്ളുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് വ്യക്തമാകാതെ ആവേശത്തിൽ പോയിട്ട് കാര്യമില്ല. ഉള്ളത്തിലേക്ക് ഒരു ചിന്ത കൂടെ ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ ശക്തിയോടും ബലത്തോടും കൂടി ഇരിക്കുകയാണ്.
എന്നാൽ ചിന്തിച്ചു നോക്കിയേ, ഒരു സുപ്രഭാതത്തിൽ രാജ്യത്തിൻ്റെ രാജാവിനെ ബന്ദിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇനിയുള്ള ചിത്രം നിങ്ങളൊന്ന് കണ്ടേ. രാജ്യത്തിലുള്ളത് മുഴുവൻ കേറുന്നവൻ. ആ പദമാണ് ഞാൻ പറയുന്നത്. കേറുന്നവൻ കാണുന്നത് മുഴുവൻ എടുത്തോണ്ട് പോകാൻ ഇടയാകും. ആ പരിപാടിയാണ് ഇന്നിനി നടക്കേണ്ടിയത്. യേശു വന്നു, ബലവാനായ സാത്താനെ ജയിച്ചു, ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി നമ്മളെ കാണിച്ചു. ഈ കള്ളൻ ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കും ഇവൻ എന്നെ ആണി അടിക്കുന്നെന്ന്, പക്ഷേ ഇതിവിടം കൊണ്ട് തീരത്തില്ല. ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം. ഒന്ന് പറഞ്ഞേ, ജയത്തിന്റെ ഉത്സവം. ആ കരം ഉയർത്തിക്കൊണ്ടൊന്ന് ഉറക്കെ പറഞ്ഞ്, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ഇല്ലല്ലോ, വായി തുറന്ന് പറയണോ, അത് ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ചേർന്ന് പറയുക, ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, ഇതിന്റെ കണ്ടിന്യൂവേഷൻ നിങ്ങളുടെ വീട്ടിൽ തുടങ്ങിക്കോ, നിങ്ങളുടെ ഓഫീസിൽ തുടങ്ങിക്കോ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തുടങ്ങിക്കോ. ഇന്നിവിടെ ഇരുന്ന് ഉറപ്പിച്ചോ, 2015 ആക്ഷേപത്തിന്റെ വർഷമല്ല, ആഘോഷത്തിന്റെ വർഷമാണ്. 2015 is going to be the year of celebration. You are going to celebrate the victory of Jesus, the victory of the finished work of Jesus on the cross. യേശു ക്രൂശിൽ എടുത്ത ജയത്തിന്റെ ആഘോഷം നിങ്ങളുടെ കയ്യാലെ കാണുകയും നിങ്ങളുടെ കണ്ണാലെ കാണുകയും നിങ്ങളുടെ കയ്യാലെ എടുക്കുകയും ചെയ്യുന്ന വർഷമാണ് 2015. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കഴിഞ്ഞ വർഷം അപഹരിക്കപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിച്ചതിന്റെ ആഘോഷമാണ് ഇന്ന് രാത്രി ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ തിരിച്ചറിവ് കിട്ടിയവൻ വിളിച്ചു പറയാൻ പോവാ, ഞാൻ അറിഞ്ഞുപോയി നിന്നെ പിടിച്ചു കെട്ടിയേച്ച് എന്റെ അവകാശത്തെ അന്യാധീനപ്പെടുത്തി കൊണ്ടുപോയ കള്ള സാത്താനെ, ക്രൂശിൽ യേശു നിന്നെ പിടിച്ചു കെട്ടി. ഈ അറിവോടെ നീ അപഹരിച്ചതിന്റെ നേരെ ഞാൻ വരുന്നു. തുടങ്ങിക്കോ. ജനുവരി മാസത്തെ നോക്കി ഇപ്പോഴേ ഞാൻ പ്രവചിക്കാം, വീട്ടിൽ ആഘോഷത്തിന്റെ വർഷം. ഫെബ്രുവരി മാസത്തെ നോക്കി ഇപ്പോഴേ ഞാൻ പ്രവചിക്കാം, ഓരോ ദിവസവും വീട്ടിൽ ആഘോഷത്തിന്റെ വർഷം. പന്തലഴിക്കാൻ നേരമില്ലാത്ത പോലെ ഓരോ ഇടത്തും ആഘോഷം നടക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്ന അറിയത്തില്ല, പക്ഷെ വിശ്വസിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇന്ന് രാത്രി തന്നെ അത് ഇറങ്ങി വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു. യേശു വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ക്രൂശിൽ ജയാളി ആയിരിക്കുന്നു. ഇനി ആകെപ്പാടെ നടക്കേണ്ടത് ഈ ജയത്തിന്റെ ആഘോഷം. എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യണം. കർത്താവ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സെലിബ്രേഷൻ മൂഡില്ല. നിങ്ങൾ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. യേശു ഇവിടെ വന്നിരിക്കുന്നത് സെലിബ്രേഷൻ മൂഡില്ല. കർത്താവ് എന്നിട്ട് 2 കാര്യം ദുഃഖത്തോടെ പറയുന്നു, ഞാനെല്ലാം ചെയ്തെങ്കിലും ഇപ്പോഴും സാത്താനെ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ് പുറത്ത് കിടക്കുന്നേ. എന്നാൽ ജയത്തിൽ ജനിച്ചവൻ, യേശുവിന്റെ നാമത്തിൽ ജയത്തിൽ ജനിച്ചവൻ, ഹല്ലേലൂയ, ജയത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ ആ പദങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുന്നത് അത് നിങ്ങളുടെ അകത്ത് ആളിക്കത്താൻ വേണ്ടിയാണ്. യുദ്ധം ചെയ്യും മുമ്പേ ജയം അറിഞ്ഞവൻ. ഹല്ലേലൂയ. നീ വിശ്രമിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിടന്ന് പ്രവർത്തിക്കുന്നവൻ. ഒന്ന് ആ ദർശനം ഒന്ന് കൺമുമ്പിൽ കണ്ടോണ്ട് ഈ സമയത്ത് വിളിച്ചു പറയുക, ഇല്ല, ഏതെല്ലാം കൊടികൾ താന്നിട്ടുണ്ടോ ആ കൊടികളെല്ലാം ഈ വർഷം പൊങ്ങും. എവിടെയൊക്കെ ഞാൻ അപമാനിതനായി തല താഴ്ത്തി തിരിച്ചു വന്നിട്ടുണ്ടോ അവരെല്ലാം കാണെ ആഘോഷം തന്നെ നടക്കും. ആഘോഷം. ഒട്ടും വിടണ്ട. ആ പദത്തെ കയറി പിടിച്ചോ. ആണ്ട് പലരുടെ മേലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വീടുകളെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് കർത്താവ് ടേക്ക് ഓഫ് ചെയ്യുക. വീടുകളെ, കുടുംബജീവിതത്തെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് കർത്താവ് എടുത്തിടുകയാണ്. കുടുംബജീവിതങ്ങളെ 2014 എന്തെല്ലാം നഷ്ടപ്പെട്ടോ അത് മുഴുവൻ
മാറിയിട്ട് 2015 ആ ആഘോഷത്തിന്റെ ദിവസങ്ങളാ. എവിടൊക്കെ ഏതെല്ലാം കൊടികൾ താഴ്ത്തിക്കെട്ടിട്ടുണ്ടോ ആ കൊടികളെല്ലാം വലിച്ചു പൊക്കുകയാണ്, വലിച്ചു പൊക്കുകയാണ്, വലിച്ചു പൊക്കുകയാണ്. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ശോകത്തിന്റെ വീട്ടിലേക്കല്ല, നിരാശയുടെ വീട്ടിലേക്കല്ല, ആഘോഷത്തിന്റെ വീട്ടിലേക്ക്. നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം തുടങ്ങിക്കഴിഞ്ഞു. ആ ആഘോഷം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഓഫീസുകളിൽ ആ ആഘോഷം നിങ്ങൾ കാണാൻ പോകുന്നു. ഓഫീസുകളിൽ ആ ആഘോഷം കാണുവാൻ ബിസിനസ്സുകാർ എന്നോട് ശ്രദ്ധിച്ചു കേട്ടു. ബിസിനസ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, ഈ വർഷം ശോകത്തിന്റെയും ദുഃഖത്തിന്റെയും വർഷമല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെട്ട് മതി എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ വലുതായിട്ട് ആഘോഷം നടത്തുന്ന ഈ വർഷത്തിനായിട്ട് കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ഒരുപക്ഷെ ഈ വാക്യത്തിന്റെ ഈ സാഹചര്യം നോക്കുമ്പോ ആഘോഷത്തിന്റെ ഒരു മൂഡ് കാണുകയല്ല. ഒന്ന് നോക്ക്, കയ്യേലാണി, തലയിൽ മുൾക്കിരീടം, ഇങ്ങനെയാണോ ആഘോഷിക്കുന്നേ? അതാ ഇന്ന് പലരുടെ അവസ്ഥ. എൻ്റെ ബ്രദറെ, ഈ മെസ്സേജൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഈ കയ്യേലെ ആണി എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. തലയിലെ ഈ മുൾക്കിരീടം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഞാനിത് ഏറ്റെടുക്കാം, പക്ഷെ എൻ്റെ വിഷയങ്ങൾ ഒരു പർവ്വത സമാനമായി എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഏറിയാൽ 3 ദിവസം, ഏറിയാൽ 3 ദിവസം. അങ്ങേ അറ്റം പോയാൽ 3 ദിവസം, അതിനപ്പുറം ഈ ആണിക്കായുസില്ല, ഈ കുരിശിനായുസില്ല, ഈ മുൾക്കിരീടത്തിന് ആയുസില്ല. ആണി തറച്ചവന്റെ നാട്ടിൽ, ആണി തറച്ച കൂട്ടരുടെ നടുവിലൂടെ നിന്റെ ആണി എന്നെ ഒതുക്കിയില്ലടാ. നീ നോക്കേ, നീ കാൺകേ, സ്വർഗാരോഹണം ചെയ്യുവാൻ ആഘോഷം. ആണികൾ പറഞ്ഞു തെറിച്ചു പോവാ. ഇന്ന് കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ബ്രദറെ, ഈ ഡിസംബർ മാസം, കഴിഞ്ഞ നവംബർ മാസം, കഴിഞ്ഞ ഫെബ്രുവരി മാസം, കഴിഞ്ഞ ജൂൺ മാസം, എൻ്റെ ബ്രദറെ, ഞങ്ങൾ നെരിപ്പൊയ്ക പോലെ കത്തിയാ നിൽക്കുന്നേ. ഏറിയാൽ 3 ദിവസം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വിളിച്ചു പറ, ഏറിയ 3 ദിവസം. അത് കഴിഞ്ഞ് കൊണ്ടാടിയത് വെളിപ്പെടും, കൊണ്ടാടിയത് വെളിപ്പെടും. ഇപ്പൊ ആഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിലാകുകയല്ല, പക്ഷെ കല്ലറയുടെ കല്ലുരുണ്ടു മാറി, തുണി അടുക്കി വെച്ച് എന്തൊക്കെ ഇന്നത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തയ്യാറായി കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, പലതിനെ അടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ആണികൾ വലിച്ചു പറയുക കർത്താവ്, മുൾക്കിരീടങ്ങൾ എടുത്തു കളയുക കർത്താവ്. എന്നിട്ട് യേശു പറയുക, നീ കുരിശൻ കിടക്കേണ്ടവനല്ല, നീ കല്ലറയിൽ ഒതുങ്ങേണ്ടവനല്ല, സ്വർഗത്തിൽ എന്റെ മടിയിൽ പ്രിയ കുമാരന്റെ കൂടെ കരമടിച്ച് സ്വീകരിച്ചോ. അതിവിടെ ഇറങ്ങി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആണികൾ പറഞ്ഞു തുടങ്ങി, മുൾക്കിരീടങ്ങൾ പൊട്ടിത്തെറിച്ചു തുടങ്ങി. കല്ലറയുടെ വലിയ കല്ലുകൾ ആരുരുട്ടി മാറ്റുമെന്ന് നീ ചോദിച്ച വലിയ കല്ലുകൾ ഒരറ്റത്ത് നിന്ന് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു, ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു. ആഘോഷത്തിലേക്ക് കയറിക്കോ, ആഘോഷിക്കാൻ തുടങ്ങിക്കോ, ആഘോഷിക്കാൻ തുടങ്ങിക്കോ. മടിക്കണ്ട, മടിക്കണ്ട, മടിക്കണ്ട. അവസ്ഥ നോക്കാതെ ആഘോഷിക്കാൻ തുടങ്ങിക്കോ. സെലിബ്രേഷൻ മോഡിലേക്ക് കയറിക്കോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആണികളെ, 2014 നീ ഞങ്ങളെ ഒതുക്കി വെച്ചു. മുൾക്കിരീടമേ, 2014
ഒരു പരിധിവരെ നിനക്ക് ഞങ്ങളെ വേദനപ്പെടുത്താൻ പറ്റി. പക്ഷെ ഈ വർഷത്തിന്റെ ഈ ഒടുവിലത്തെ മിനിറ്റുകളിൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഈ 2015 ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷത്തിന്റെ തകർന്നവരിവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഉടഞ്ഞവരിവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. പൊട്ടി തകർന്ന് ഈ രാത്രി കഴിഞ്ഞ് ആത്മഹത്യക്ക് ഒരുങ്ങുന്നവരിവിടെ ഇരിപ്പുണ്ട്. വിടത്തില്ല. ആ കഴുമരം, തൂങ്ങാനിരിക്കുന്ന ആ മരത്തിൽ ഒരു ജയത്തിന്റെ കൊടി ഉയരും. പൊട്ടിത്തകർന്നുടഞ്ഞ് ഇന്നിവിടെ വന്നിരിക്കുന്നവരെ വിരൽ ചൂണ്ടി ഞാൻ വ്യക്തമാക്കി പറയാം, ആഘോഷിച്ച് 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 മടുക്കും ഈ വർഷം. 4 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇതാ, ഈ വർഷം വിവാഹങ്ങളുടെ വർഷമായിരിക്കും. ഒരിടത്തും പെണ്ണിനെ കിട്ടാത്ത നിനക്ക് പെണ്ണ് കിട്ടും. കല്യാണങ്ങൾ നടക്കും. എത്ര പേരത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഒരു സൗന്ദര്യമില്ലാത്ത നിന്നെ തേടി സൗന്ദര്യമുള്ള സുന്ദരന്മാര് വരും. ഓരോരോ ആഘോഷങ്ങള്. മണ്ടൻ എന്ന് പറഞ്ഞ് വിധിച്ചിട്ടിരിക്കുന്ന നിങ്ങളുടെ കൊച്ചനുണ്ടല്ലോ, ആ പയ്യൻ, അവൻ റാങ്ക് മേടിച്ചെന്റെ ആഘോഷം നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവുക. ഒരു കഴിവില്ലെന്ന് പറഞ്ഞ് സമൂഹം തല്ലിക്കെടുത്തി ഒളിപ്പിച്ച് അടിച്ചൊതുക്കിയിട്ടിരിക്കുന്ന ആ പിള്ളേരുണ്ടല്ലോ, അവരുടെ ജയത്തിന്റെ ആഘോഷം കണ്ണാലെ കാണാൻ പോകും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനി തുടങ്ങുമെന്നല്ല, തുടങ്ങിക്കഴിഞ്ഞു. It's already started. It's already started. It's already started. ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്നവരെ പുനർവിവാഹമല്ല, തന്റേതല്ലാത്ത കാരണത്താൽ ഭാര്യ ഇട്ടേച്ചു പോയ, ഭർത്താവ് ഇട്ടേച്ചു പോയ, ഇനി അങ്ങനെ എഴുതേണ്ട ഗതികേട് ഉണ്ടാകത്തില്ല. തന്റേതല്ലാത്ത കാരണത്താലും തന്റേതായ കാരണത്താലും ഇനി ഒരെണ്ണം അങ്ങനെ സംഭവിക്കുകയില്ല. ഓ, നിന്റെ വീട്ടിൽ ആ വിവാഹത്തിന്റെ ആഘോഷം നടക്കാൻ പോകുന്നു. മക്കളെ ചൊല്ലിയുള്ള ആഘോഷം, ഭാര്യയെ ചൊല്ലിയുള്ള ആഘോഷം, വേണ്ടിയവർ പിടിച്ചോണം. ജോലി സ്ഥലത്ത് ആഘോഷം, കുടുംബത്തെ ചൊല്ലിയുള്ള ആഘോഷം, കൂട്ടായ്മയെ ചൊല്ലിയുള്ള ആഘോഷം. ഇനി ഒന്നിനെ ചൊല്ലി കരയാൻ ഞാൻ മൊത്തമായിട്ട് അങ്ങ് ആഘോഷമാണ്. ഇനി ഒരു വിഷയത്തിൽ പോലും പരാജയമില്ല. ഇനി മുഴുവൻ വിഷയങ്ങളിലും ആഘോഷമാണ്. ആമേൻ. ചെല്ലുന്നിടത്തെല്ലാം ആഘോഷം. അപ്പന്റെ വീട്ടിൽ ചെന്നാൽ അവിടെ ആഘോഷം, അമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ആഘോഷം. നീ ഒരു ആഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. ഓ, യേശുവേ എന്ന് വിളിച്ച് സ്വീകരിച്ചോ. ആ അഭിഷേകം വീടുകളിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. പന്തലഴിക്കാൻ നേരമില്ലാത്ത പോലെ ആഘോഷം. ഓരോ പട്ടണങ്ങളിൽ യേശു ക്രൂശ് ചെയ്തു കഴിഞ്ഞതിന്റെ ആഘോഷം, രോഗികൾ സൗഖ്യമായതിന്റെ ആഘോഷം, പീഡിതർ വിടുവിക്കപ്പെട്ടതിന്റെ ആഘോഷം, കടക്കണി മാറിയതിന്റെ ആഘോഷം, സാമ്പത്തിക പരാധീനത തീർന്നതിന്റെ ആഘോഷം, പണം വന്നു ചേർന്നതിന്റെ ആഘോഷം, റിബൺ മുറിക്കുന്നു, പുതിയ കാറ് മേടിച്ചതിന്റെ ആഘോഷം. തുടങ്ങി യേശുവിന്റെ നാമത്തിൽ പുതിയ വീട് വെച്ചതിന്റെ ആഘോഷം, പുതിയ വീട് വെച്ചതിന്റെ ആഘോഷം. തുടങ്ങിക്കോ. ആ സെലിബ്രേഷൻ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. വിശ്വാസത്താൽ അത് ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രൂശിൽ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇനി നിനക്കൊന്നും ചെയ്യാനില്ല. നിനക്കിനി ആ ചെയ്തു കഴിഞ്ഞത് ആഘോഷിക്കാനേ നേരമുള്ളൂ. ഓ, ഹല്ലേലൂയ പറഞ്ഞേ. ഈ വർഷം എന്നേലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്
ആമേൻ. ജനുവരി മാസത്തിൽ തന്നെ പോയി ചെയ്തോ കേട്ടോ. ആമേൻ. ആക്ഷേപം ആഘോഷത്തിന് വഴിമാറും. വിശ്വസിച്ചു? ആക്ഷേപം. അടുത്തിരിക്കുന്ന ആളോട് പറ, ആക്ഷേപം. ആക്ഷേപം ആനന്ദ കണ്ണീരല്ലാതെ. ഹല്ലേലൂയ. അത് പറയാൻ സന്തോഷമുണ്ടോ? ആനന്ദ കണ്ണീരല്ലാതെ. ഈ കണ്ണീന്നങ്ങാന് ഇനിയൊരു തുള്ളി കണ്ണുനീര് വന്ന വിവരം അറിയും. ആനന്ദ കണ്ണീരല്ലാതെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ആനന്ദ കണ്ണീരല്ലാതെ. സന്തോഷം കൊണ്ടുള്ള ചിരി അല്ലാതെ. ആനന്ദ കണ്ണുനീര് അതല്ലാതെ കരഞ്ഞും പിഴിഞ്ഞും കൂകിയും നിന്നെ ഇനി കിട്ടത്തില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്റെ കണ്ണുനീര് കാണാൻ ഇരിക്കുന്നവരോട് പറ, എണ്ണ കൊണ്ട് പോയി മീൻ വറുത്തോ, എന്റെ കണ്ണ് ഇനി അതൊക്കെ 2014 ഇന്ന് 11:59 തീർന്നു കഴിഞ്ഞു. ഇനി 12 മണി ആകുമ്പോൾ ആനന്ദ കണ്ണീർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആരായി? ആമേൻ. ഒന്ന് സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുക, ആ സെലിബ്രേഷൻ മോഡിലേക്ക് കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായി. ഒന്ന് ഏറ്റെടുത്ത് ഞാൻ പദം, ഒന്നിന് പുറകെ ഒന്നായി. അതാ ഞാൻ പറഞ്ഞു, പന്തലഴിക്കാൻ നേരെ 4-5 പദങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞു. ആഘോഷത്തിന്റെ പേരിലുള്ള പന്തൽ അഴിക്കാൻ നേരമില്ല. പന്തലുകാർ പറയുക, എന്തിനാ കൂടെ ഇങ്ങനെ വന്ന് ഇടുന്ന ഇവിടെ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതങ്ങ് ഇട്ടേക്കാം ഇവിടെ എന്ന് പറയുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ. ഓ ഓ ഓ ജീസസ്. കാരണമുണ്ടല്ലോ. നിങ്ങൾ അറിയണം എൻ്റെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കയ്യേൽ ആണി അടിച്ചവരെ എല്ലാ പുള്ളികളും നോക്കി നിൽക്കേ പറഞ്ഞ പദം ഓർമ്മയുണ്ടോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവനായിരുന്നു അധികാരി, ഞാൻ അവനെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അവനിലും ബലവാനായ ഞാൻ വന്ന് അവനെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങളോട് പറയുക, ഞാൻ ഇവനെ പിടിച്ചു കെട്ടിയത് കൊണ്ട് നിങ്ങളുടേത് അപഹരിച്ച് കൊണ്ടുപോയത് മുഴുവൻ പോയി കൊള്ളയിട്ട് എടുത്ത് ആഘോഷിച്ചോ. എടുത്ത് ആ ചിത്രം ഒന്ന് കണ്ടേ. നിങ്ങളുടേത് മുഴുവൻ മോഷ്ടിച്ചോണ്ട് പോയ ഒരു കള്ളനെ ആൾക്കാർ പിടിച്ചു കെട്ടിയിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ആ 2012 കൊണ്ടുപോയതാണ്ട് ആ മുറിക്കകത്തിരിപ്പുണ്ട്. ഓക്കെ, 2007 കൊണ്ടുപോയത് ആ മുറിക്കകത്തിരിപ്പുണ്ട്. 2004 കൊണ്ടുപോയത് ആ മുറി, 98 നിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയത് അവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് നിങ്ങളെ അഴിച്ചു വിടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വെപ്രാളം എന്തായിരിക്കും? അതാ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണ്ടേ. കുരുടന്റെ കണ്ണ് തുറന്നതിന്റെ ആഘോഷം, ചെകിടന്റെ ചെവി തുറന്നതിന്റെ ആഘോഷം, ഊമൻ സംസാരിച്ചതിന്റെ ആഘോഷം, മുടന്തൻ നടന്നതിന്റെ ആഘോഷം, മരിച്ചവർ ഉയർത്തതിന്റെ ആഘോഷം, കൂട്ടായ്മയുടെ ആഘോഷം, സഹോദരന്മാർ ഒരുമിച്ച് കൂടിയാൽ ആഘോഷം, പ്രസംഗിക്കുന്നിടത്ത് ആഘോഷം, പാടുന്നിടത്ത് ആഘോഷം, നടക്കുന്നിടത്ത് ആഘോഷം, വരുന്നിടത്ത് ആഘോഷം, ചിന്തിക്കുന്നിടത്ത് ആഘോഷം, അപ്പനും അമ്മയും കൂടെ കൂടി ഇരുന്നാൽ ആഘോഷം, മക്കൾ ഒരുമിച്ചിരുന്ന ആഘോഷം, എല്ലായിടത്തും ആഘോഷം. കേറിക്കോ, അതിലോട്ട് കേറിക്കോ. പരിശുദ്ധാത്മാവ് അതിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. നിരാശയുടെ വീട്, മുറിക്കകത്ത് തളം കെട്ടിയ അവശബ്ദമേ, നിരാശയെ, അവിഖ്യാതിയെ, അപമാനമേ, ഇറങ്ങ്. ആഘോഷം കയറുന്നു. ബെഡ്റൂമുകൾ സെലിബ്രേഷൻ റൂമുകളാകുന്നു. ബെഡ്റൂമുകൾ സെലിബ്രേഷൻ റൂമുകളാകുന്നു. ഡൈനിങ് ടേബിൾ ഭിന്നതയുടെ സ്ഥലമല്ല, ആഘോഷത്തിന്റെ സ്ഥലമാകുന്നു. ഭക്ഷണം കഴിച്ചുള്ള ആഘോഷം, ഒരുമിച്ചിരുന്നുള്ള ആഘോഷം, ചിരിച്ചും സന്തോഷിച്ചുമുള്ള ആഘോഷം. ഇന്ന് കാണുന്ന രോഗങ്ങളെ നോക്കിയിട്ട് പറ, അപഹരിച്ചതും മുഴുവൻ തിരിച്ചെടുക്കുന്ന വർഷമാ. ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചു. ഇറങ്ങി. എന്തെല്ലാം അപഹരിച്ചോ അതിന്മേലുള്ള ആഘോഷം ഈ 2015 തുടങ്ങുമ്പോൾ തന്നെ അത് മുഴുവനായി, ഈ ഗ്രേസ് കമ്മ്യൂണിറ്റി മുഴുവനായി അത് നിറയുകയാണ്. ഇനി അങ്ങോട്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം പരാജയപ്പെട്ടോ, എവിടൊക്കെ നീ പരാജയപ്പെട്ടോ, എവിടൊക്കെ നിന്റെ കണ്ണുനീർ വീണോ, എവിടെല്ലാം നീ തല താഴ്ത്തിയോ, എന്നാൽ അതിൻ്റെ എല്ലാം മുകളിൽ ഇന്ന് യേശു പറയുക,
ഇന്ന് ആഘോഷത്തിന്റെ ദിവസങ്ങളാ. ഇനി അങ്ങോട്ട് കണ്ണുനീരില്ല, ഇനി അങ്ങോട്ട് പരാജയമില്ല, ഇനി എനിക്ക് ദുഃഖിക്കാൻ നേരമില്ല. കാരണം യേശു ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിന്റെ മുഴുവൻ ആഘോഷമാ. ഇന്ന് ഞങ്ങൾ അതെല്ലാവരും ഒരുമിച്ച് കൊണ്ടാടുകയാ. ആമേൻ, ഹല്ലേലൂയ. എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെല്ലാം പിശാച് അപഹരിച്ചിട്ടുണ്ടോ. നിങ്ങളുടെ ആരോഗ്യം 2000-ലാണോ പിശാച് അപഹരിച്ചത്, എന്നാൽ അവനെ പിടിച്ചു കെട്ടിയത് കൊണ്ട് ആ ആരോഗ്യം യേശുവിൽ തിരികെ വരുന്നു. എവിടെയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത്? എവിടെയാ കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട് എവിടെയാ ഉണ്ടായത്? ആ പിശാചിനെ ഉണ്ടാക്കിയവനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു. ബലവാനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു. യേശുവിൽ 2015 നാളെ മുതൽ ഇതാ മുഴുവൻ തിരികെ വരികയാ. ആഘോഷത്തിന്റെ ഒരു പ്രളയം നടക്കാൻ പോകുകയാ. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. നിങ്ങളുടെ സിറ്റുവേഷൻ ഒരുപക്ഷെ അതിന് അനുകൂലമായിരിക്കത്തില്ല. പക്ഷെ ഇതിന്റെ സാഹചര്യം ഞാൻ പറയാം. ഇത് യേശു ചെല്ലുന്നിടത്ത് എല്ലായിടത്തും ഉള്ള സംഭവമാണ്. അതാ നിങ്ങൾ അറിയണ്ടേ. നിങ്ങളൊന്നും ചെയ്തിട്ടല്ല ആഘോഷം ഉണ്ടാകുന്നേ. നിങ്ങളിൽ ഉള്ളവൻ ചെല്ലുന്നുകൊണ്ട് ആഘോഷം ഉണ്ടാകുന്നേ. ഞാനൊന്ന് ചോദിക്കട്ടെ, കാനായിലെ കല്യാണ നാളിൽ കരഞ്ഞ് കലങ്ങി ഇരിക്കുക കുടുംബം മുഴുവൻ. ചെറുക്കന്റെ മുഖത്തോട്ട് നോക്ക്, വീട്ടുകാരൻ നിന്ന് വേർക്കുക. വിരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞ ആളെ വിട്ടിരിക്കുക. എല്ലാരും നോക്കിയിരിക്കുക, വിരുന്ന് വരുന്നില്ല. കല്യാണം കലങ്ങിപ്പോയി. കെട്ടാൻ പോകുന്ന ചെറുക്കൻ പെണ്ണ് അപമാനിതരായി തല താഴ്ത്തുന്നു. മിനിറ്റുകൾക്കകത്ത് ആഘോഷത്തിന്റെ ആളാ വീട്ടിലോട്ട് കയറി. തുടങ്ങി ആഘോഷം. ഹല്ലേലൂയ. ഒരമ്മയ്ക്കുണ്ടായിരുന്ന ഒരൊറ്റ കൊച്ചനാ ചത്തുപോയി. കരഞ്ഞ് കലങ്ങിയ ഹൃദയമായിട്ട് എല്ലാവരും ശവമഞ്ചമായിട്ട് വരിക. ആഘോഷിക്കുന്നവന്റെ അടുക്കലേക്ക് ചുമ്മാ അങ്ങ് വന്ന് നിന്നേ ഉള്ളൂ. ശവമഞ്ചത്തിലോട്ട് യേശു തൊട്ടു. അനുശോചനം ആഘോഷത്തിന് വഴിമാറി. ഞാൻ അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഈ ആഘോഷം ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി നിങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന എല്ലായിടത്തും ആഘോഷം. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. യേശു പോയിടത്തെല്ലാം ഞാൻ എത്രയാണ് എനിക്ക് വിശദീകരിക്കാൻ കഴിയും? എത്ര ദിവസങ്ങളായി ബഥാനിയയില് ലാസറിന്റെ വീട്ടിൽ തോരാത്ത കണ്ണുനീര്. മേരി ഇപ്പൊ പറയുന്നത് എന്നാന്നറിയോ? ഇനി കണ്ണുനീര് വായ്പ മേടിച്ചാലേ പുറത്തു വരത്തുള്ളൂ. അതുപോലെ തീർന്നിരിക്കുക. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ആ പാവം മാർത്തയും മറിയയും ഇരിക്കുക. മിനിറ്റുകൾ കഴിഞ്ഞില്ല, ആഘോഷിക്കുന്നവനകത്തോട്ട് കയറി. കാലുകുത്തി. ആഘോഷത്തിന്റെ ഉടമസ്ഥൻ ബഥാനിയയിലോട്ട് കാലുകുത്തി. കളവങ്ങ് മാറി. എന്തിനാദ്യം പറയുന്നത്? കളവങ്ങ് മാറി. കരഞ്ഞു കലങ്ങിയ മറിയ ഇപ്പൊ ഓടി നടക്കുന്നേ. ലാസറിന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇന്നുണ്ടല്ലോ ആ ആഘോഷത്തിന്റെ വ്യക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ കയറുന്നേ. അടുത്തിരിക്കുന്ന ആളുടെ കരം അങ്ങോട്ട് പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞ് ആ ആഘോഷത്തിന്റെ വ്യക്തിയായപ്പോ ഉള്ളിലോട്ട് കയറിയേക്കുന്നേ. ഇനി അങ്ങോട്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാം, ഇനി അങ്ങോട്ട് ആഘോഷമാ. അതങ്ങ് ഏറ്റെടുത്തോ, അതങ്ങ് പിടിച്ചോ അങ്ങോട്ട്. 2015 is the year of celebration. 2015 ആഘോഷ. ഇറങ്ങട്ടെ ആഘോഷത്തിന്റെ തീയ. യേശുവിന്റെ നാമത്തിൽ തുടങ്ങിക്കോ. ദേ പോന്നു 2014 പോവുക 2014 ആഘോഷിച്ചങ്ങ് കേറിക്കോ. ഞാനിത് പറയാൻ പോയി എത്ര നേരം പറയണം? പറച്ചിലൊക്കെ നിർത്തി ആഘോഷിച്ച് കയറിക്കോ. കമോൺ, സെലിബ്രേറ്റ് ചെയ്തോ. എങ്ങനെ വേണേ ആഘോഷിച്ച് കയറിക്കോ. തുടക്കം മുതൽ ഒടുക്കം വരെ 365 ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും, 24 മണിക്കൂറും ഉറങ്ങിക്കിടക്കുമ്പോഴും നിന്റെ മുഖം ചിരിച്ചു കിടക്കും.
ആഘോഷം, ആഘോഷം. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ക്രൂശിലെ ആഘോഷം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എഴുന്നേൽക്കേണ്ടവർക്ക് എഴുന്നേൽക്കാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ആ ആഘോഷത്തിന്റെ മോഡിലേക്ക് കർത്താവ് നമ്മളെ ടേക്ക് ഓഫ് ചെയ്യുക, ടേക്ക് ഓഫ് ചെയ്യുക, ടേക്ക് ഓഫ് ചെയ്യുക. കയറിക്കോ, കയറിക്കോ, കയറിക്കോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേക്ക് ഓഫ് ചെയ്യുക. ഇനി ഒട്ടും കാത്തു നിൽക്കണ്ട, ഒട്ടും മടിച്ചു നിൽക്കണ്ട. വേഗത്തിൽ 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 ആ ആഘോഷത്തിന്റെ സെലിബ്രേഷൻ മോഡിലോട്ട് കയറിക്കോ. കർത്താവേ, ക്രൂശിലെല്ലാം അങ്ങ് ചെയ്തു കഴിഞ്ഞു. യേശുവേ, ക്രൂശിലെല്ലാം അങ്ങ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ആഘോഷം ഞാൻ തുടങ്ങുകയാണ്. അത് ആഘോഷിക്കുവാൻ താല്പര്യമുള്ളവർ 5 കാര്യം വിശ്വസിച്ചാട്ടെ. 1, എനിക്ക് വേണ്ടി സകലവും യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. 2, എന്നെ ശപിച്ചിട്ട് കാര്യമില്ല, കാരണം എൻ്റെ ശാപം മുഴുവൻ യേശു ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. 3, എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ഇന്നവിടെ ഇല്ല. എനിക്ക് അനുകൂലമായ എഴുത്ത് മാത്രമേ അവിടെ ഉള്ളൂ. തയ്യാറായിക്കോ, തയ്യാറായിക്കോ, കയറിക്കോ, കയറിക്കോ. ആഘോഷിക്കാനായിട്ട് തുടങ്ങിക്കോ. ഹല്ലേലൂയ. 4, ബലവാനെ യേശു പിടിച്ചു കെട്ടിയിരിക്കുന്നു. എന്നോട് പറയുന്നു, കേറി അപഹരിക്കുക, കേറി എടുക്കുക, കേറി എടുക്കുക. കമോൺ, കേറി എടുക്കുക, കേറി എടുക്കുക, കേറി എടുക്കുക, കേറി എടുക്കുക. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിക്കുക. ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുക. വേഗം 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 വേഗം. ആവേശം തള്ളുന്നെങ്കിൽ എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ. വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. പ്രതികൂലം മായിച്ചു കളഞ്ഞു, പ്രതികൂലം മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് അനുകൂലമായി, അനുകൂലമായി. ആ ഏറ്റെടുത്തു, ഏറ്റെടുത്തു. 2015 എന്റെ അനുകൂലത്തിന്റെ വർഷമാ. പ്രതികൂലം മുഴുവൻ. Get ready, get ready, get ready, get ready, get ready. 2014 സങ്കടമേ, നിന്നെ ഞാൻ വലിച്ചെറിയുന്നു. നിരാശയെ, നിന്നെ ഞാൻ വലിച്ചെറിയുന്നു. വേദനയെ, നിന്നെ ഞാൻ വലിച്ചെറിയുന്നു. ആക്ഷേപങ്ങളെ, നിന്നെ ഞാൻ വലിച്ചെറിയുന്നു. നിരാശയെ, നിന്നെ ഞാൻ വലിച്ചെറിയുന്നു. യേശുവേ, 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 യേശുവേ. വിളിച്ചോ, 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 വിളിച്ചോ. സെലിബ്രേറ്റ് ചെയ്ത്, സെലിബ്രേറ്റ് ചെയ്ത് കയറിക്കോ. Celebrate the Carico. Celebrate the Carico. Come on, let us celebrate. Let us celebrate. Come on, let us celebrate. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലല്ല, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. Come on, celebrate. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, 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 യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശുവേ, 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 രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നിന്റെ മടിയിൽ എന്നെ ഇരുത്തിയതാ. രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നിന്റെ മടിയിൽ എന്നെ ഇരുത്തിയതാ. യേശുവേ, 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 യേശുവേ. Hallelujah. 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 അടുത്ത 3 മിനിറ്റുകൾ വളരെ ശാന്തരായി എല്ലാ കണ്ണുകളും അടച്ച് എന്നെ ശ്രദ്ധിക്കുക. ദൂരയാത്ര പോകുന്നവർ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ ബാഗിൽ വേസ്റ്റ് കൊണ്ട് നടക്കാറില്ല, വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാറില്ല.
ഒരു സ്ഥലത്തു നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത യാത്രയ്ക്ക് പോകും മുമ്പേ ആ വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം എടുത്തു മാറ്റിയിട്ട് ബാഗ് പ്രിപ്പയർ ചെയ്തിട്ടാണ് അടുത്ത യാത്രയ്ക്ക് പോകുന്നത്. ഇതുപോലെ കഴിഞ്ഞ ഒരു വർഷം വൈരാഗ്യമായി, വിദ്വേഷമായി, പകയായി, ദേഷ്യമായി എന്നിലും നിങ്ങളിലും വന്നു കയറിയ എല്ലാ വേസ്റ്റും കർത്താവിനെ അനുവദിച്ച് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഈ ആഘോഷത്തിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കഴിഞ്ഞ ഒരാണ്ട് മുഴുവൻ നിങ്ങളെ ഉപദ്രവിച്ചവരുടെ ചിത്രങ്ങൾ ഒന്നൊന്നായി ഈ സമയത്ത് കൺമുമ്പിൽ വരട്ടെ. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ചിത്രങ്ങൾ ഒന്നൊന്നായി ഈ സമയത്ത് കൺമുമ്പിൽ വരട്ടെ. നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവരുടെ ചിത്രങ്ങൾ ഓരോന്നായി കൺമുമ്പിൽ വരട്ടെ. എന്നിട്ട് അവരെ നോക്കി വാസ്തവം പറയുക, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. എന്തിനായി വേസ്റ്റ് ചുമന്നോട് നടക്കുന്നത്? എന്തിനായി വിദ്വേഷം ചുമന്നോട് നടക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇതും ചുമന്ന് ഉരുകുന്നേ? നിങ്ങൾ എന്തിനാ ഈ വേസ്റ്റ് ചുമന്നുകൊണ്ട് ഉരുകുന്നേ? അവരുപദ്രവിച്ചിട്ട് അവരുടെ പാട്ടിന് പോയി, അവര് നോവിച്ചിട്ട് നിങ്ങളെ തകർത്തിട്ട് അവരവരുടെ ഭാഗത്ത് പോയി. പക്ഷെ ഇന്ന് അതിൻ്റെ പേരിൽ മുറിപ്പെട്ട്, അതിൻ്റെ പേരിൽ തകർന്ന്, അതിൻ്റെ പേരിൽ ഉടഞ്ഞ് കഴിഞ്ഞ വർഷം ഒത്തിരി തകർന്നില്ലേ? ഈ അടുത്ത വർഷം ആ വേസ്റ്റ് വേണ്ട. ഈ അടുത്ത വർഷം ആ വേസ്റ്റ് വേണ്ട. അതെടുത്ത് വലിച്ചെറിയ. അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ പോലും ആ വ്യക്തിയോടൊരു വിഷമമില്ല, ഒരു സങ്കടമില്ല. ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു, ഞാൻ അവളെ അനുഗ്രഹിക്കുന്നു, ഞാൻ അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എനിക്ക് ആ വിദ്വേഷം വേണ്ട. മനഃപൂർവമായിട്ട് നെഞ്ചിലേക്ക് കരമമർത്തി വെച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാട്ടെ, യേശുവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാട്ടെ. മുറിപ്പെടുത്തിയവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ മുറിവേറ്റ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടാനുണ്ട്. തകർക്കത്തവർക്കൊന്നും പോകാനില്ല, പക്ഷെ തകർന്ന് നിങ്ങൾക്ക് ഒരുപാട് പോകാനുണ്ട്. അവരാരും ഒത്തിരി ദൂരെ ഓടേണ്ടിവരല്ല. അതുകൊണ്ട് തന്നെ വിരോധം വെച്ചുകൊണ്ടിരുന്നാൽ അവർക്കൊരു നഷ്ടമില്ല. പക്ഷെ നീ ഞാനും അങ്ങനല്ല. എനിക്ക് നിനക്ക് ഒരുപാട് പോകാനുണ്ട്, ഒത്തിരി പോകാനുണ്ട്. ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തവൻ എന്തു ആകാം, ലക്ഷ്യമുള്ളവൻ എന്തു ആകാം വയ്യ. എനിക്ക് ലക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ വിട്ടുകളയുന്നു, ഞാൻ പൊറുക്കുന്നു. അങ്ങനെ പറയുന്നവർ നെഞ്ചിലേക്ക് കരമമർത്തി വെച്ചുകൊണ്ട് ഓരോ ചിത്രങ്ങൾ വരട്ടെ. കഴിഞ്ഞ വർഷം നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവർ ഇപ്പോൾ കൺമുമ്പിൽ വരട്ടെ. സത്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും കള്ളം പറഞ്ഞു വരുത്തി നിങ്ങളെ അപകീർത്തിപ്പെടുത്തിയവരെ നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുപോവാ. എന്നിട്ട് അവരെ നോക്കിയിട്ട് പറ, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറയാൻ നിങ്ങൾക്ക് സ്വയത്തിൽ നിന്ന് കഴിയത്തില്ല, പക്ഷെ യേശു ഉള്ളവർക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറ, മനഃപൂർവമായി ഞാൻ ആ വൈരാഗ്യം വിട്ടുകളയുന്നു. എനിക്ക് വേണ്ടത്, ഞാൻ ഈ വേസ്റ്റ് ചുമന്നുകൊണ്ട് പോകാൻ തയ്യാറല്ല. എൻ്റെ ബാഗ് ഞാൻ ക്ലിയർ ചെയ്യുക, എൻ്റെ ബാഗ് ഞാൻ ക്ലിയർ ചെയ്യുക. എനിക്കൊത്തിരി പ്രാപിക്കാനുണ്ട്, എനിക്കൊത്തിരി നേടാനുണ്ട് ഈ വർഷം, എനിക്ക് ഒരുപാട് പോകാനുണ്ട് ഈ വർഷം, എനിക്കൊത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ വർഷം. ഇതിൻ്റെ വെയിറ്റ് എൻ്റെ യാത്ര തടസ്സപ്പെടുത്തരുത്. ഇതിൻ്റെ വെയിറ്റ് എൻ്റെ യാത്ര തടസ്സപ്പെടുത്തരുത്. ഇതിൻ്റെ വെയിറ്റ് എൻ്റെ യാത്ര തടസ്സപ്പെടുത്തരുത്.
എനിക്ക് ഒരുപാട് പോകാനുണ്ട്. ആ കണ്ണുകളെ അടച്ച് ആ നെഞ്ചിലേക്ക് കരമമർത്തി വെച്ചുകൊണ്ട് യേശുവിനു വേണ്ടി ആഗ്രഹിച്ചാട്ടെ. ശാന്തമായി പരിശുദ്ധ ആത്മാവ് ഓരോരോ സംഭവങ്ങളെ, വ്യക്തികളെ നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരെ നോക്കി അവരോട് പ്രതികാരം വീട്ടുവാനുള്ള ആ കൈപ്പുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ യേശു ചോദിക്കുന്നു, വേണമെങ്കിൽ പ്രതികാരം വീട്ടാം, വേണമെങ്കിൽ പ്രതികാരം വീട്ടാം. പക്ഷേ നിനക്ക് കിട്ടിയ ദയൊന്ന് ഓർക്ക്, നിന്നോട് കർത്താവ് കാണിച്ച കരുണയൊന്ന് ഓർക്ക്. ആ ദയയിൽ നിന്നോണ്ട് വിളിച്ചു പറ, എൻ്റെ യേശുവേ, അങ്ങയുടെ കരുണയും കൃപയുമാണ് എന്നെ പൊതിഞ്ഞത്. അങ്ങയുടെ കരുണയും കൃപയുമാണ് എന്നെ പൊതിഞ്ഞത്. വേറെ ഒന്നുമല്ല എന്നെ മറച്ചത്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. 2014 കടന്നു പോകുവാൻ ഒരു നിമിഷം കൂടെ മാത്രം. സങ്കടങ്ങളെ, ദുഃഖങ്ങളെ വിട. 2015 ആഘോഷമേ സ്വാഗതം. ജീസസ്. കരമടിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് ഒരു ചുവട് മുമ്പിലേക്ക് വെച്ച്, ഒരു ചുവട് മുമ്പിലേക്ക് വെച്ച്, ഒരു ചുവട് മുമ്പിലേക്ക് വെച്ച്, ഒരു ചുവട് മുമ്പിലേക്ക് വെച്ച്, ഒരു ചുവട് മുമ്പിലേക്ക് വെച്ച്. 2015 is the year of celebration. 2015 ആഘോഷത്തിന്റെ Happy New Year! 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 2015! Happy New Year! It's the year of celebration! 2015! 2015 ആഘോഷത്തിന്റെ രാവുകളിലേക്ക്, ആഘോഷത്തിന്റെ ദിവസങ്ങളിലേക്ക് സ്വാഗതം. 5 പേർക്കെങ്കിലും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ന്യൂ ഇയർ പറയണം. 5 പേർക്കെങ്കിലും, 5 പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ്. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു, ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു യേശുവേ. യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു, ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു യേശുവേ. യേശുവെല്ലാം ചെയ്തു കഴിഞ്ഞു, ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു യേശുവേ. കർത്താവ് വിജയത്തെ ഘോഷിപ്പിൻ, കർത്താവ് വിജയത്തെ ഘോഷിപ്പിൻ. Celebrate the victory of the Lord. Celebrate the victory of the Lord. Celebrate.
shouted the victory of the cross. Hallelujah. ആ 4 ലൈൻ എല്ലാവർക്കും അറിയോ? സെലിബ്രേറ്റ്, സെലിബ്രേറ്റ് ആൻഡ് സെലിബ്രേറ്റ് ദ വിക്ടറി ഓഫ് ദ ക്രോസ്. ഓക്കെ, സെലിബ്രേറ്റ്, Celebrate, celebrate the victory of the Lord. Oh, celebrate, celebrate, celebrate the victory of the cross. He has done mighty things that again. Oh, He has done mighty things That again. Oh, He has done mighty things again. Celebrate the victory of the cross. Oh, celebrate the victory of the cross. Celebrate, celebrate, celebrate the victory of the cross. Celebrate, celebrate, celebrate the victory of the cross. He has done mighty things today. Lord, He has done mighty things today. He has done mighty things today. Celebrate the victory of the cross. ഈ ആണ്ട് ഞാൻ പിന്നെയും ആവർത്തിക്കാം, ഇയർ ഓഫ് സെലിബ്രേഷൻ, ആഘോഷത്തിൻ്റെ വർഷം. ഒരു സംശയവും വേണ്ട. എല്ലാ മേഖലയിലും, സൗരങ്ങളെ ശ്രദ്ധിച്ചോ, എല്ലാ മേഖലയിലും ഈച്ച് ആൻഡ് എവ്രി ഏരിയ സെലിബ്രേഷൻ്റെ വർഷം. ആഘോഷിച്ച് 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 മടുക്കുന്ന വർഷമാണ്. മതിയെന്ന് പറയുവോളം ആഘോഷങ്ങൾ. അത് ഇന്ന സ്ഥലത്തുനിന്നൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ വൻകരകളിലേക്കും ആ ആഘോഷം പടരുകയാണ്. ഈ ആഘോഷത്തിൻ്റെ മോഡ് അത് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ്. അത് നിങ്ങൾക്കായിട്ട് യേശു ഓപ്പൺ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞ്, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ട് ആഘോഷമേ ഉള്ളൂ. കലണ്ടർ പ്രകാശം. ഈ ന്യൂ ഇയറിലെ കലണ്ടർ തുറക്കട്ടായോ? തുറക്കട്ടെ. നമ്മുടെ പുതുവർഷത്തെ കലണ്ടർ എവിടെ ബ്രദർ അവൈലബിൾ? പുറകിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാങ്ങുവാനുള്ള അവസരമുണ്ട്. പ്രധാന ഡേറ്റുകൾ മാത്രമേ അതിൻ്റെ അകത്ത് നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ TV പ്രോഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, മറ്റ് വിവരങ്ങളാകട്ടെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത, നാളെ രാത്രി 11 മണിക്ക് അല്ല, ഇന്ന് രാത്രി 11 മണിക്ക് കൗമുദി TVയിൽ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാ ദിവസവും രാത്രി 11 മണിക്ക് കൗമുദി TVയിലുള്ള ശുശ്രൂഷകൾ ജനലക്ഷങ്ങളെയാണ് ആകർഷിക്കാൻ പോകുന്നത്. പിടിച്ചാൽ കിട്ടത്തില്ല. ഇനിയുള്ള നാളുകൾ ആഘോഷത്തിൻ്റെ നാളുകളാണ്. ആഘോഷത്തിൻ്റെ ആശീർവാദത്തെ സ്വീകരിച്ചാട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താലും പുത്രനായ യേശുവിൻ്റെ കൃപയാലും പരിശുദ്ധ ആത്മാവിൻ്റെ നിത്യം നടത്തിപ്പിനാലും കൂടെയിരിപ്പിനാലും സമാശ്വാസത്തിനാലും ഗുണീകരണത്തിനായും ഉച്ചീകരണത്തിനായും സകലത്തിനുമായി ഇന്നു മുതൽ എന്നേക്കും കാക്കപ്പെടുമാറാകട്ടെ.